ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 13 നടന്നിട്ടുള്ള DHA ഫാർമസി ടെക്നീഷ്യൻ എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് പിങ്ക് ബുക്ക് പബ്ലിഷ്ഡ് ബൈ ദി CDC? A. Provides information on vaccine preventable diseases and immunization. B. List banned and hazardous drug. C. Contains details about drug interactions. D. Provides information on generic drug substitutions. ഓക്കെ, അപ്പൊ പിങ്ക് ബുക്കിന്റെ പ്രൈമറി യൂസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പിങ്ക് ബുക്ക് എന്ന് പറയുന്നത് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് CDC ആണ്, അതായത് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, അതാണ് CDC. ആ CDC ആണ് ഈ ഒരു പിങ്ക് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു പിങ്ക് ബുക്കിൽ മെയിൻ ആയിട്ട് ആ ഒരു ഇൻഫർമേഷൻ ഓൺ വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ആണ് ഉള്ളത് ആ ഒരു പിങ്ക് ബുക്കിൽ. അപ്പൊ മെയിൻ ആയിട്ട് ആ ഒരു വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ്, അതേപോലെ വാക്സിനേഷൻ റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഒക്കെയാണ് പിങ്ക് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസ്, അതേപോലെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, വാക്സിൻ സേഫ്റ്റി ആൻഡ് എഫിക്കസി, അതേപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് ഗൈഡ് ലൈൻസ് ഫോർ വാക്സിനേഷൻസ്, ഇതൊക്കെ ആ ഒരു പിങ്ക് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ, പ്രൊവൈഡ് ഇൻഫോർമേഷൻസ് ഓൺ വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, അതാണ് പിങ്ക് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഓപ്ഷൻ ഡി, പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഓൺ ജനറിക് ഡ്രഗ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഏത് ബുക്കിലാണ് ജനറിക് ഡ്രഗ് സബ്സ്റ്റിറ്റ്യൂഷൻസ് റിലേറ്റഡ് ഇൻഫോർമേഷൻസ്, തെറാപ്യൂട്ടിക്കൽ ഇക്വാലന്റ് ഡ്രഗ്സിനെ പറ്റിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബുക്ക് ഏതാണ്? അത് ഓറഞ്ച് ബുക്കാണ്. ഓക്കെ, ഓറഞ്ച് ബുക്കിലാണ് ജനറിക് ഡ്രഗ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ തെറാപ്യൂട്ടിക്കൽ ഇക്വാലന്റ് ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിങ്ക് ബുക്ക് എന്ന് പറയുമ്പോൾ വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസിന്റെ ഇൻഫർമേഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ടാബ്ലറ്റ് ക്യാൻ ബി safely crushed before administration? A. Enteric coated tablet. B. Extended release tablet. C. Immediate release tablet. D. Film coated tablet. അപ്പൊ ഏതായിരിക്കും ഈസിലി ക്രഷ് ചെയ്ത് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ടാബ്ലറ്റ് ഏതായിരിക്കും? ഓപ്ഷൻ സി, ഇമ്മീഡിയറ്റ് റിലീസ് ടാബ്ലറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇമ്മീഡിയറ്റ് റിലീസ് ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് പെട്ടെന്ന് തന്നെ ഡിസോൾവ് ആയി നമ്മളെ ബ്ലഡിൽ പെട്ടെന്ന് തന്നെ അത് റിലീസ് ചെയ്ത് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഡ്രഗ് ആയിരിക്കും. അവിടെ സ്പെഷ്യൽ കോട്ടിംഗ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല ആ ഒരു ഇമ്മീഡിയറ്റ് റിലീസ് ഡ്രഗിന്. അപ്പൊ നമുക്കത് ഈസിലി ഡിസോൾവ് ചെയ്തിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടത്ര പെട്ടെന്ന് അവിടെ ആ ഒരു ഡിസോൾവ് ആയി ആ ഒരു എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അത് കാരണം ഇമ്മീഡിയറ്റ് റിലീസ് ടാബ്ലറ്റ് ക്രഷ് ചെയ്ത് യൂസ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമില്ലാത്തതാണ്. ബാക്കി കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ്, അതായത് എൻറ്ററിക് കോട്ടഡ് ടാബ്ലറ്റ്, എക്സ്റ്റെൻഡഡ് റിലീസ് ടാബ്ലറ്റ്, ഫിലിം കോട്ടഡ് ടാബ്ലറ്റ്സ്, ഇതൊക്കെ നമുക്ക് ക്രഷ് ചെയ്യാതെ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫിലിം കോട്ടഡ് എന്ന് പറയുമ്പോൾ അത് എല്ലാതും അല്ല, ചിലത് നമുക്ക് ക്രഷ് ചെയ്യാം, പൊതുവെ അത് ക്രഷ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് എൻറ്ററിക് കോട്ടഡ്, എക്സ്റ്റെൻഡഡ് റിലീസും. എൻറ്ററിക് കോട്ടഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമുക്ക് അവിടെ ആ ഒരു സ്റ്റൊമക് ആസിഡിന് ഡ്രഗിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡ്രഗ് കോട്ടിങ് ചെയ്യുന്നത്. അത് ഇൻഡസ്റ്റൈനിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എൻറ്ററിക് കോട്ടഡ് ടാബ്ലറ്റ്സ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ക്രഷ് ചെയ്ത് യൂസ് ചെയ്താൽ എന്തായിരിക്കും? അത് സ്റ്റൊമക്കിൽ തന്നെ ആ ഒരു ഡ്രഗ് റിലീസായി അവിടെ സ്റ്റൊമക് ഇറിറ്റേഷൻസ് ഒക്കെ കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എൻറ്ററിക് കോട്ടഡ് ടാബ്ലറ്റ്സ് ക്രഷ് ചെയ്യില്ല. അതേപോലെ തന്നെയാണ് എക്സ്റ്റെൻഡഡ് റിലീസ് ടാബ്ലറ്റ്സും, അതും ക്രഷ് ചെയ്യാതെയാണ് യൂസ് ചെയ്യേണ്ടത്, അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. അത് ക്രഷ് ചെയ്താൽ എന്തായിരിക്കും? നമുക്ക് എക്സ്റ്റെൻഡഡ് റിലീസ് ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ അത് എക്സ്റ്റെൻഡഡ് ആ ഒരു ലോങ് ഡ്യൂറേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ഡ്രഗ് ആയിരിക്കും. നമ്മുടെ ബോഡിയിൽ സ്ലോലി അത് ഡ്രഗിന്റെ എഫക്ട് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രഗ് ആയിരിക്കും എക്സ്റ്റെൻഡഡ് റിലീസ് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അത് ക്രഷ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഡോസ് ഡംപിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആ ഒരു ടോക്സിസിറ്റി റിസ്ക്കും വരാൻ ചാൻസ് ഉള്ളതാണ് എക്സ്റ്റെൻഡഡ് റിലീസ് ഫോർമുലേഷൻസ് ക്രഷ് ചെയ്ത് അഡ്മിനിസ്റ്റർ ചെയ്താൽ. അപ്പൊ അതൊന്നും ക്രഷ് ചെയ്യാതെയാണ് നമ്മൾ നോർമലി എടുക്കേണ്ടത്. ഇമ്മീഡിയറ്റ് റിലീസ് ടാബ്ലറ്റ്സ് നമ്മൾ ക്രഷ് ചെയ്തെടുത്താലും പ്രശ്നമല്ല, സേഫ് ആയിട്ടുള്ളതാണ്. Next question, a 30-year-old man presents to the emergency department with complaints of nausea, vomiting and fatigue. Paracetamol overdose is diagnosed. Which organ is most likely affected by this overdose of paracetamol? Paracetamol overdose കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്ന ഓർഗൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹാർട്ട് ഓർ ലങ്സ് ഓർ ലിവർ ഓർ കിഡ്നി. അപ്പൊ ഏതാണ് പാരസെറ്റമോൾ ഓവർഡോസിൽ മോസ്റ്റ്ലി എഫക്ട് ചെയ്യുന്ന ഓർഗൻ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ലിവർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പാരസെറ്റമോൾ അഥവാ അസെറ്റമിനോഫൻ ഓവർഡോസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? പാരസെറ്റമോളിന്റെ
മെറ്റബോളിസം അതിന്റെ ടോക്സിക് മെറ്റബോളൈറ്റ് ആണ് എൻ അസറ്റൈൽ പി ബെൻസോക്വിനൻ ഇമൈൻ എന്ന് പറയുന്ന NAPQI എന്ന് പറയുന്നത്. അത് പാരസെറ്റമോളിന്റെ ടോക്സിക് മെറ്റബോളൈറ്റ് ആണ്. ആ ഒരു ടോക്സിക് മെറ്റബോളൈറ്റ് നമ്മുടെ ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് അവിടെ ലിവർ ടോക്സിസിറ്റി, ഹെപ്പാറ്റോ ടോക്സിസിറ്റി റിസ്ക് കൂടുതലാണ്. ഹെപ്പാറ്റോ ടോക്സിസിറ്റി കോസ് ചെയ്യും ഈ ഒരു ഓവർഡോസ് ഓഫ് അസറ്റമിനോഫൻ. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷൻ, ആ ഒരു പാരസെറ്റമോൾ ഓവർ ഡോസിൽ നമ്മൾ ആന്റിഡോട്ട് ആയിട്ട് കൊടുക്കുന്ന ഡ്രഗ് ഏതാണ്? എൻ അസറ്റൈൽ സിസ്റ്റീൻ ആണ്. എൻ അസറ്റൈൽ സിസ്റ്റീൻ എന്താണ് ചെയ്യുന്നത് അവിടെ? ഈ ഒരു NAPQI ഗ്ലൂട്ടാത്തയോൺ ആയിട്ട് ബൈൻഡ് ചെയ്ത് പോവാത്തത് കാരണമാണ്. ഇനഫ് ഗ്ലൂട്ടാത്തയോൺ ആ ഒരു ബോഡിയിൽ ടോക്സിസിറ്റി ടൈമിൽ ഇനഫ് ഗ്ലൂട്ടാത്തയോൺ ഇല്ലാത്തത് കാരണമാണ് അവിടെ ആ ഒരു NAPQIന്റെ ആ ഒരു അക്യുമുലേഷൻ വരുന്നത്. അപ്പൊ എൻ അസറ്റൈൽ സിസ്റ്റീന് നമ്മൾ ആന്റിഡോട്ട് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? എൻ അസറ്റൈൽ സിസ്റ്റീന് ആ ഒരു ഗ്ലൂട്ടാത്തയോണിന്റെ ആ ഒരു ലെവല് നമ്മുടെ ബോഡിയിൽ കൂട്ടും. അതുകൊണ്ട് തന്നെ ആ ഒരു NAPQI അതായിട്ട് ബൈൻഡ് ചെയ്ത് അത് ഡീടോക്സിഫൈ ചെയ്ത് പോകാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ ആന്റിഡോട്ട് ആയിട്ട് എൻ അസറ്റൈൽ സിസ്റ്റീന് യൂസ് ചെയ്യും. ഈ ഒരു ആക്റ്റീവ് ടോക്സിക് മെറ്റബോളൈറ്റ് ആയിട്ടുള്ള NAPQI കാരണം നമുക്ക് ഹെപ്പാറ്റോ ടോക്സിസിറ്റി, ലിവർ ഡാമേജ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പാരസെറ്റമോളിന്റെ ആ ഒരു ടോക്സിസിറ്റി കണ്ടീഷനിൽ ആന്റിഡോട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താന്നുള്ളതും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുള്ളതാണ്. അപ്പൊ ആന്റിഡോട്ട് എന്ന് പറയുന്നത് എൻ അസറ്റൈൽ സിസ്റ്റീൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഫാർമസിസ്റ്റ് അറ്റ് എ കമ്മ്യൂണിറ്റി ഫാർമസി മിസ്റ്റേക്കൻലി ഡിസ്പെൻസസ് ദ മെഡിക്കേഷൻ ഫോർ അബ്ദു ബിൻ Omar to Abdu bin Azad, both living in the same location. Which of the following factors contributed most significantly to this medication error? A. Inability of the pharmacist to check the address and name of the patient. B. The medications being dispensed and processed at the same time. C. The lack of proper labeling on the medication bottles. D. Lack of proper patient information system to verify details. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം നെയിം ഉള്ള ആ ഒരു പേഷ്യന്റ്, സെയിം ലൊക്കേഷൻ ആണ്. അവർക്ക് ആ ഒരു മിസ്റ്റേക്ക് ഡിസ്പെൻസ് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു എറർ ഉണ്ടാവാനുള്ള ആ ഒരു ചാൻസ്, ആ ഒരു റീസൺ എന്താണ്? ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് പറയാം. ഓപ്ഷൻ എ, ഇനബിലിറ്റി ഓഫ് ദ ഫാർമസിസ്റ്റ് ടു ചെക്ക് ദി അഡ്രസ് ആൻഡ് നെയിം ഓഫ് ദി പേഷ്യന്റ്. ഇപ്പൊ നമ്മള് ഒരു ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ഒരു പേഷ്യൻസിന്റെ നെയിം, അഡ്രസ്സ് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഡ്രഗ് ഡിസ്പെൻസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഓൾമോസ്റ്റ് സെയിം നെയിം ആയിട്ട് ഈ അബ്ദു ബിൻ ഉമർ, അബ്ദു ബിൻ ആസാദ്, ഈ രണ്ട് പേരിലുള്ള ആൾക്കാർ സെയിം ലൊക്കേഷൻ ആണ്. ആ ഒരു ഡ്രഗ് ഡിസ്പെൻസ് ചെയ്തതിൽ മിസ്റ്റേക്ക് വരാൻ കാരണം മെയിൻ ആയിട്ട് എന്ത് നമുക്ക് പറയാം? പ്രോപ്പറായിട്ട് ആ ഒരു നെയിം ആൻഡ് അഡ്രസ്സ് ചെക്ക് ചെയ്യാത്തത് കാരണം കൊണ്ടാണ് ഈ ഒരു എറർ വന്നിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ബി, മെഡിക്കേഷൻ ബീൻ ഡിസ്പെൻസ്ഡ് ആൻഡ് പ്രോസസ്ഡ് അറ്റ് ദി സെയിം ടൈം പ്രോസസ് ചെയ്താലും നമുക്ക് ഈ ഒരു എറർ വരാം. പക്ഷെ അതും നമ്മൾ പ്രോപ്പർ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് കുറക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാത്തതാണ് ഇവിടെ ഒരു മെയിൻ റീസൺ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് സൈഡ് എഫക്ട് ഈസ് കോസ്ഡ് ബൈ സൈക്ലോഫോസ്ഫമൈഡ്? A. Hemorrhagic cystitis. B. Peripheral neuropathy. C. Ototoxicity. D. Hepatotoxicity. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ മെയിനായിട്ട് വരുന്ന ഒരു സൈഡ് എഫക്ട്, സൈക്ലോഫോസ്ഫമൈഡിന്റെ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ഹെമറേജിക് സിസ്റ്റൈറ്റിസ് ആണ്. ഹെമറേജിക് സിസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ബ്ലാഡർ ഇൻഫ്ലമേഷൻ, അതേപോലെ ആ ഒരു ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഹെമറേജിക് സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈക്ലോഫോസ്ഫമൈഡ് നമുക്കറിയാം, അത് കീമോതെറാപ്പി ഡ്രഗ് ആണ്. അതിന്റെ ആ ഒരു മെറ്റബോളിസം കഴിഞ്ഞ് അതിന്റെ മെറ്റബോളൈറ്റ്, ടോക്സിക് മെറ്റബോളൈറ്റ് ആയിട്ട് അവിടെ അക്രോലിൻ ഫോം ചെയ്യുന്നുണ്ട്. ഈ അക്രോലിൻ നമ്മുടെ ബ്ലാഡറിനെ ഇറിറ്റേറ്റ് ചെയ്ത് അവിടെ ഇൻഫ്ലമേഷൻ ഒക്കെ കോസ് ചെയ്യും. അതേപോലെ തന്നെ ബ്ലീഡിങ്ങും കോസ് ചെയ്ത് അവിടെ ഒരു ഹെമറേജിക് സിസ്റ്റൈറ്റിസ് കണ്ടീഷൻ കോസ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു മാനേജ്മെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർ ഡീഹൈഡ്രേഷൻ, അതേപോലെ തന്നെ ഫ്രീക്വന്റ് യൂറിനേഷൻ, പിന്നെ നമുക്ക് മെഡിക്കേഷൻസ് ആയിട്ട് മെസ്ന എന്ന് പറയുമ്പോൾ അതൊരു പ്രൊട്ടക്റ്റീവ് ഡ്രഗ് ആണ്. ഈ ഒരു മെസ്ന ആ ഒരു അക്രോലിൻ ആയിട്ട് ബൈൻഡ് ചെയ്ത് അവിടെ ആ ഒരു ബ്ലാഡർ ടോക്സിസിറ്റി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെ നമുക്ക് അതിന്റെ ആ ഒരു പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു മെയിൻ സൈക്ലോഫോസ്ഫമൈഡിന്റെ ഒരു മെയിൻ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഹെമറേജിക് സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതും ആ ഒരു അക്രോലിൻ ഫോം ചെയ്യുന്നത് കാരണം കൊണ്ടാണ് ഈ ഒരു ഹെമറേജിക് സിസ്റ്റൈറ്റിസ് കോസ് ചെയ്യുന്നത്. Next question, which of the following is a serious side effect of oxycodone? A. Increased appetite. B. Respiratory depression. C. Frequent urination. D. Increased heart rate.
ഓക്സികോഡോന്റെ സൈഡ് എഫക്ട്, ഓക്സികോഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതും നമുക്ക് അറിയുന്നതാണ്. സ്ട്രോങ് ഒപ്പിയോയിഡ് അനാൽജസിക് ആണ് ഓക്സികോഡോൺ എന്ന് പറയുന്നത്. മോഡറേറ്റ് ടു സിവിയർ പെയിൻ മാനേജ്മെന്റിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ സീരിയസ് സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് റെസ്പിറേറ്ററി ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതും ഹയർ ഡോസസ് അല്ലെങ്കിൽ ആ ഒരു ഡ്രഗ് അബ്യൂസ് കണ്ടീഷൻസിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സൈഡ് എഫക്ട് റെസ്പിറേറ്ററി ഡിപ്രഷൻ എന്നുള്ളത് ആ ഒരു സൈഡ് എഫക്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഓക്സികോഡോന്റെ ഒരു മെയിൻ സീരിയസ് സൈഡ് എഫക്ട് ആണ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. ഓപ്ഷൻ ബി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. Next question, which of the following can be compounded in a non-sterile environment? A. Intravenous injection. B. Eye drops. C. Rectal suppositories. D. Injectable solutions. അപ്പോൾ നോൺ സ്റ്റെറൈൽ എൻവയോൺമെന്റിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ഒക്കെ ആയിരിക്കും? നോൺ സ്റ്റെറൈൽ എൻവയോൺമെന്റിൽ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഡയറക്ട്ലി ബ്ലഡിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മൾ ഐസോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റെറൈൽ പാർട്സ് ഓഫ് ബോഡിയിലൂടെ അഡ്മിനിസ്റ്റർ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഡ്രഗ്സ് നമുക്ക് നോൺ സ്റ്റെറൈൽ എൻവയോൺമെന്റിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം ടാബ്ലറ്റ്, അതേപോലെ തന്നെ ക്രീം, ഓയിൻമെന്റ്, സപ്പോസിറ്ററീസ്, അതൊക്കെ നമുക്ക് നോൺ സ്റ്റെറൈൽ എൻവയോൺമെന്റ് വഴി കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ സ്റ്റെറൈൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഡയറക്ട്ലി ബ്ലഡിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെറൈൽ പാർട്സ് ഓഫ് ബോഡിയിലൂടെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഐസിലൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡ്രഗ്സ് ഒക്കെ നമ്മൾ സ്റ്റെറൈൽ എൻവയോൺമെന്റിലാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇവിടെ നോൺ സ്റ്റെറൈൽ എൻവയോൺമെന്റിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഡ്രഗിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്ഷൻ സി റെക്ടൽ സപ്പോസിറ്ററീസ് പറയാൻ പറ്റും. റെക്ടൽ സപ്പോസിറ്ററീസ് നമുക്ക് നോൺ സ്റ്റെറൈൽ എൻവയോൺമെന്റിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ബാക്കി IV ഇൻട്രാവീനസ് ഇൻജെക്ഷൻസ്, ഐ ഡ്രോപ്സ്, ഇൻജെക്റ്റബിൾ സൊല്യൂഷൻസ്, ഇതെല്ലാം സ്റ്റെറൈൽ എൻവയോൺമെന്റിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ ഡ്രോപ്സ് ഒക്കെ ഐ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെറൈൽ എൻവയോൺമെന്റിലായിരിക്കണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അതേപോലെ റെക്ടൽ സപ്പോസിറ്ററീസ് ആണെന്നുണ്ടെങ്കിൽ അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ത്രൂ റെക്ടം ആണ്. അത് നോൺ സ്റ്റെറൈൽ ബോഡി ഏരിയ ആണ്. അപ്പൊ നമുക്ക് അത് നോൺ സ്റ്റെറൈൽ എൻവയോൺമെന്റിൽ കോമ്പൗണ്ട് ചെയ്യുന്നതിൽ പ്രശ്നമുള്ളതല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി റെക്ടൽ സപ്പോസിറ്ററീസ് ആണ് ആൻസർ വരുന്നത്. ബാക്കിയെല്ലാം സ്റ്റെറൈൽ എൻവയോൺമെന്റിൽ കോമ്പൗണ്ട് ചെയ്യുന്ന ഡ്രഗ്സിന്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ സൈഡ് എഫക്ട് ഓഫ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്? എ. കോൺസ്റ്റിപ്പേഷൻ. ബി. ഡയേറിയ. സി. വെയിറ്റ് ഗെയിൻ. ഡി. ഡിസിനസ്. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അതിന്റെ കോമൺ സൈഡ് എഫക്ട് നമുക്ക് എന്തിനാണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നത്? ലാക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അന്റാസിഡ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു കോമൺ സൈഡ് എഫക്ട് ആയിട്ട് പറയുന്നതാണ് ഡയേറിയ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ആ ഒരു വാട്ടർ ഇൻറ്റസ്റ്റൈനിലേക്ക് ഡ്രോ ഔട്ട് ചെയ്ത് ആ ഒരു സ്റ്റൂള് ലൂസൺ ആവുന്ന ആ ഒരു കണ്ടീഷനാണ്. അതായത് അങ്ങനെ ആ ഒരു ഡയറിയ കോസ് ചെയ്യാണ് ചെയ്യുന്നത് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ മെഗ്നീഷ്യം കണ്ടെയ്നിങ് ആന്റാസിഡ്സിന്റെ ഒക്കെ ഒരു കോമൺ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ഡയറിയ ആണ് പറയാൻ പറ്റുന്നത്. അതേപോലെ അലുമിനിയം കണ്ടെയ്നിങ് ആന്റാസിഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കോമൺ സൈഡ് എഫക്റ്റ്? കോൺസ്റ്റിപ്പേഷൻ. മെഗ്നീഷ്യം കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിന് ഡയറിയയും അലുമിനിയം കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിന് കോൺസ്റ്റിപ്പേഷനും ആണ് നമുക്ക് കോമൺ സൈഡ് എഫക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, next question, which of the following is an important counseling point for oxycodone extended release formulation? A. Do not crush, chew or break the tablet. B. Take oxycodone only when you feel pain, not on a schedule. C. You can increase the dose if you feel the medication is not working. D. It is safe to try after taking oxycodone if you feel okay. അപ്പൊ ഈ ഓക്സിക്കോഡോൺ എടുക്കുന്ന പേഷ്യന്റിന് കൗൺസിലിംഗ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കാം? ഓപ്ഷൻ എ, ഡു നോട്ട് ക്രഷ്, ച്യൂ ഓർ ബ്രേക്ക് ദ ടാബ്ലറ്റ്. നമ്മൾ ആ ഒരു ഡ്രഗ് ക്രഷ് ചെയ്യാനോ അല്ലെങ്കിൽ ച്യൂ ചെയ്യുക, ബ്രേക്ക് ചെയ്തിട്ടൊന്നല്ല അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ടാബ്ലറ്റ് അങ്ങനെ ഹോൾ ടാബ്ലറ്റ് ആണ് നമ്മൾ അത് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സ്റ്റൻഡഡ് റിലീസ് ടാബ്ലറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു അത് ഡോസ് ഡംപിങ്ങിനും അതേപോലെ തന്നെ ടോക്സിസിറ്റി റിസ്ക് ഒക്കെ കൂടുതലാണ് അത് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നമ്മളത് ക്രഷ് ചെയ്യാതെ ആസ് എ ഹോൾ ടാബ്ലറ്റ് ആണ് നമ്മളത് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ഇനിയിപ്പോ ഓപ്ഷൻ ബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻ ഉള്ളപ്പോൾ മാത്രം എടുക്കുക, നോട്ട് ഓൺ എ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയല്ല. ഈ എക്സ്റ്റൻഡഡ് റിലീസ് തന്നെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പെയിൻ ഉള്ളപ്പോൾ മാത്രമല്ല, നമ്മൾ അത് ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് ആ ഒരു ഡ്രഗ് എടുക്കേണ്ടത്. എന്നാലാണ് നമുക്ക് ആ ഒരു പെയിൻ റിലീഫ് പ്രോപ്പർ ആയിട്ട് വരുള്ളൂ. അപ്പൊ അത് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഒരു കൗൺസിലിംഗ് പോയിന്റ് ആയിട്ട് പറയുന്ന കാര്യമല്ല.
പിന്നെ സി എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ദ ഡോസ് ഇഫ് യു ഫീൽ മെഡിക്കേഷൻ ഈസ് നോട്ട് വർക്കിംഗ്. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല തോന്നിയാൽ നമ്മൾ തന്നെ ആ ഒരു ഡോസ് കൂട്ടിയെടുക്കാൻ പാടില്ല. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ആ ഒരു ഡോസ് മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താലാണ് ഡോസ് കൂട്ടിയിട്ടും എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് അത് ഡോസ് കൂട്ടിയെടുക്കാൻ പാടില്ല. പിന്നെ ഇറ്റ് ഈസ് സേഫ് ടു ഡ്രൈവ് ആഫ്റ്റർ ടേക്കിംഗ് ഓക്സിക്കോഡോൺ ഇഫ് യു ഫീൽ ഓക്കെ. ഓക്സിക്കോഡോൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അവിടെ ഡ്രൗസിനെസ്, ഡിസിനെസ് ഒക്കെ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ല. അപ്പൊ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൗൺസിലിംഗ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റിയതാണ് ഓപ്ഷൻ എ, ഡു നോട്ട് ക്രഷ്, ച്യൂ ഓർ ബ്രേക്ക് ദ ടാബ്ലറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, what is the typical shelf life of an oral preparation containing water? A 1 month, B 6 months, C 14 days, D 7 days. അപ്പോൾ വാട്ടർ കണ്ടെയ്നിങ് പ്രിപ്പറേഷൻസിന്റെ, ഓറൽ പ്രിപ്പറേഷൻസിന്റെ ടിപ്പിക്കൽ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 14 days ആണ്. അപ്പോൾ വാട്ടർ കണ്ടെയ്നിങ് ഫോർമുലേഷൻ ആയത് കാരണം കൊണ്ട് തന്നെ അവിടെ മൈക്രോബിയൽ ഗ്രോത്തിന്റെ ആ ഒരു റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ എത്രയാണോ ആ ഒരു ടൈം പറഞ്ഞിട്ടുള്ളത് അതിന്റെ അപ്പുറത്തേക്ക് അത് യൂസ് ചെയ്താൽ അവിടെ മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആ ഒരു ഡ്രഗിന്റെ പൊട്ടൻസി കാര്യങ്ങളൊക്കെ ചേഞ്ചസ് ആവാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ എത്രയാണോ ഡേയ്സ്, ഇപ്പൊ ഒരു ടിപ്പിക്കൽ ഷെൽഫ് ലൈഫ് ആയിട്ട് നമ്മൾ പറയുന്നത് 14 days ആണ്. ചിലത് നമ്മൾ 7 days പറയും. ഇപ്പോൾ ചില ആന്റിബയോട്ടിക്സ് കാര്യങ്ങളൊക്കെ 7 days പറയും. അതല്ലാതെ ഒരു ടിപ്പിക്കൽ ഷെൽഫ് ലൈഫ് ആയിട്ട് നമ്മൾ നോർമലി പറയുന്നത് 14 days ആണ്. അതും ആ ഒരു പ്രോപ്പർ സ്റ്റോറേജ്, അതായത് കൂൾ ഡ്രൈ പ്ലേസിൽ സ്റ്റോർ ചെയ്ത് പ്രോപ്പർ കണ്ടീഷനിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഒരു 14 days വരെ നമുക്ക് വാട്ടർ കണ്ടെയ്നിങ് ഓറൽ പ്രിപ്പറേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ടിപ്പിക്കൽ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി 14 days ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഡിസ്കഷൻ വരുന്നത്. താങ്ക് യു.